കേരള PSCയുടെ ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. നമ്മുടെ സിലബസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഈ ക്ലാസ്സിലൂടെ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യുക. കൂടാതെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക. Welcome to my channel, it's me Athira. First question, which one of the following is true with regard to cash discount? Cash discount ആയി റിലേറ്റ് ചെയ്തിട്ട് ഏതാണ് ശരിയായിട്ടുള്ളത് എന്നതാണ് ക്വസ്റ്റ്യൻ. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട് അല്ലേ? അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ. ഇറ്റ് ഈസ് ഡിസ്കൗണ്ട് ഓൺ പ്രോംപ്റ്റ് പേയ്മെൻറ്റ്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ഓൺ പ്രോംപ്റ്റ് പേയ്മെൻ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ടേം മാർക്കറ്റിംഗ് മയോപ്പിയ? മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന ടേമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ്? തിയോഡർ ലെവിറ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി തിയോഡർ ലെവിറ്റ്. മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന ടേമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് തിയോഡർ ലെവിറ്റ് ആണ്. In which of the following pricing strategy the marketer charge maximum price on introducing a product? ഇത് നമ്മൾ മാർക്കറ്റിംഗിൻ്റെ MCQയിൽ പഠിച്ചതാണ്. എന്താണ്? ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻട്രൊഡ്യൂസിങ് സ്റ്റേജിൽ മാക്സിമം പ്രൈസ് സെറ്റ് ചെയ്യുന്നതിന് മാക്സിമം പ്രൈസ് സെറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീനെ നമ്മൾ എന്ത് വിളിക്കും? ഓപ്ഷൻ സി സ്കിമ്മിങ് പ്രൈസ് അല്ലേ? സ്കിംഡ് പ്രൈസിങ് എന്ന് പറയും. Dash is the set of all products and items that a seller offers to sell. സെല്ലർ സെല്ല് ചെയ്യാൻ വേണ്ടി ഓഫർ ചെയ്യുന്ന ആ സെറ്റ് ഓഫ് പ്രൊഡക്ട്സിനെ നമ്മൾ കൂട്ടത്തോടെ എന്ത് വിളിക്കും? പ്രൊഡക്റ്റ് മിക്സ് എന്നാണ് വിളിക്കുന്നത് അല്ലേ? പ്രൊഡക്റ്റ് മിക്സ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പ്രൊഡക്ട്സ് ആൻഡ് ഐറ്റം ദാറ്റ് എ സെല്ലർ ഓഫേഴ്സ് ടു സെൽ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡു നോട്ട് ഫാൾ അണ്ടർ 4Ps സജസ്റ്റഡ് ബൈ മെക്കാർത്തി? മെക്കാർത്തിയുടെ ഇതിൽ വരാത്തത് ഏതാണ്? 4Pയിൽ വരാത്തത് ഏതാണ്? പെർഫെക്ഷൻ ആണ് അല്ലേ? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. വരാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി പെർഫെക്ഷൻ ആണ്. Which one of the following or which of the following concept says that the consumer will favor those products that are available widely at a low cost? Low cost കുറവുള്ള പ്രൊഡക്ട്സ് ആണ് കൺസ്യൂമേഴ്സ് കൂടുതലായിട്ടും അങ്ങനത്തെ പ്രൊഡക്ട്സിനെയാണ് കൺസ്യൂമേഴ്സ് കൂടുതലായിട്ട് ഫേവർ ചെയ്യുന്നത്. ഇത് ഏത് കൺസെപ്റ്റിലാണ് ഇങ്ങനെ പറയുന്നത്? ഏത് കൺസെപ്റ്റിലാണ്? പ്രൊഡക്ഷൻ കൺസെപ്റ്റിലാണ്. ഓപ്ഷൻ എ പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. നെക്സ്റ്റ് വൺ, in ABC analysis of stock control, which of the following is true with regard to C category goods? ABCയുടെ ഫുൾ ഫോം എന്തായിരുന്നു? ഓൾവേസ് ബെറ്റർ കൺട്രോൾ അല്ലേ? അതിൽ സി കാറ്റഗറി ഗുഡ്സിൽ വരുന്നത് ഏതാണ്? അല്ലെങ്കിൽ സി കാറ്റഗറി ഗുഡ്സിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ദേ ഹാവ് ലൂസ് കൺട്രോൾ എന്നുള്ളതാണ്. സി കാറ്റഗറി ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്നുള്ളതാണ് ABCയുടെ ഫുൾ ഫോം അല്ലേ? ഓൾവേസ് ബെറ്റർ കൺട്രോൾ. ഇത് ഫൈനൽ ആൻസർ കീ പ്രകാരമാട്ടോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്. PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമാണിത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം. എന്താണെന്നുള്ളത് നമുക്കൊന്ന് നമ്മുടെ പഠിച്ച കാര്യങ്ങൾ വെച്ച് നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. എന്താണ് ABC അനാലിസിസിൽ നമ്മൾ പഠിച്ചിരുന്നത്? എ എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ്ലി മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഒരു കുറച്ച് ടോട്ടൽ ഇൻവെൻറ്ററിയുടെ കുറച്ച് പാർട്ടേ ഉണ്ടാവുള്ളൂ എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയും വാല്യൂവും സെയിം ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ബിയിൽ ഉൾപ്പെടുന്നത്. സി എന്ന് പറയുന്നതോ വാല്യൂ കുറവായിരിക്കും പക്ഷേ കുറേ പോർഷൻ ഉണ്ടാവും. സ്മോൾ വാല്യൂ ബട്ട് മേജർ പോർഷൻ ഓഫ് ഇൻവെൻറ്ററിനെയാണ് സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ABC അനാലിസിസ് ഓഫ് സ്റ്റോക്ക് കൺട്രോളിൽ സി കാറ്റഗറിയിൽ ലൂസ് കൺട്രോളാണ് ആവശ്യം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫോർമുല ടു കാൽക്കുലേറ്റ് വർക്കേഴ്സ് വേജ് അണ്ടർ ഹാൽസി പ്രീമിയം പ്ലാൻ? ഹാൽസി പ്രീമിയം പ്ലാനിൽ നമ്മൾ എങ്ങനെയാണ് വർക്കേഴ്സിൻ്റെ വേജ് കാണുന്നത്? പ്രീമിയം ബോണസ് സിസ്റ്റം നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ? ഹാൽസി, റോബൻ എന്നിവയൊക്കെ പഠിച്ചതായിരുന്നു. അപ്പോൾ ഹാൽസി പ്രീമിയം പ്ലാനിൽ എങ്ങനെയാണ്, ഇൻസെൻറ്റീവ് പ്ലാനാണ്, അതിലെങ്ങനെയാണ് വർക്കറിൻ്റെ വേജ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ സി ആണ്. ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പ്ലസ് പെർസെൻറ്റേജ് 50/100 വരും ഇൻറ്റു
സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ് ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഒന്നുകൂടി പറയാം. ഏർണിങ്സ് ഈക്വൽ ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പ്ലസ് പെർസെൻറ്റേജ് ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ്. ടൈം സേവ്ഡ് എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ആക്ച്വൽ ടൈം വരുന്നത്. ഓക്കെ, ഇതാണ് ഹാൽസി പ്രീമിയം പ്ലാൻ. ഇത് എന്തായാലും നമ്മുടെ സിലബസിലുള്ളതാണ്, നോക്കി വയ്ക്കണം. അടുത്തത്, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ബാച്ച് കോസ്റ്റിംഗ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഡാഷ് കോസ്റ്റിംഗ്. ഏത് കോസ്റ്റിങ്ങിൻ്റെ എക്സ്റ്റൻഷനാണ് ബാച്ച് കോസ്റ്റിംഗ്? ഏത് കോസ്റ്റിങ്ങിൻ്റെയാണ്? ജോബിൻ്റെ അല്ലേ, ജോബ് കോസ്റ്റിങ്ങിൻ്റെ എക്സ്റ്റൻഷനാണ് ബാച്ച് കോസ്റ്റിംഗ്. The smallest subunit of an organization where cost collection is attempted. The smallest subunit of organization where cost collection is attempted. ഏതാണ് smallest subunit എന്ന് പറയുന്നത്? കോസ്റ്റ് സെൻറ്റർ ആണ്. ഓപ്ഷൻ എ കോസ്റ്റ് സെൻറ്റർ. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഈസ് റിലേറ്റഡ് ടു ഹും ഓഫ് ദ ഫോളോയിങ്. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ജിമ്മി കാർട്ടർ അല്ലേ, ജിമ്മി കാർട്ടർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് സീറോ ബേസ് ബഡ്ജറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, സീറോ ബേസ് ബഡ്ജറ്റിംഗ് നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? In costing, the sum of direct material, direct labor and direct overhead are known as. ഏതാണ്? പ്രൈം കോസ്റ്റ് അല്ലേ. ഓപ്ഷൻ ഡി പ്രൈം കോസ്റ്റ്. കോസ്റ്റ് ഓഫ് അബ്നോർമൽ ഐഡിയൽ ടൈം ഈസ്. അബ്നോർമൽ ഐഡിയൽ ടൈമിൻ്റെ കോസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡെബിറ്റിംഗ് ടു കോസ്റ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട്. പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നു. Which one of the following is an uncontrollable cause of material price variance? Material price varianceൻ്റെ uncontrollable cause ഏതാണ്? Uncontrollable cause ഏതാണ്? ചേഞ്ച് ഇൻ മാർക്കറ്റ് പ്രൈസ് ആണ്. കൺട്രോളബിൾ അല്ല, അൺകൺട്രോളബിൾ. ഏതാണ്? ചേഞ്ച് ഇൻ മാർക്കറ്റ് പ്രൈസ്. Two or more products with the same importance produced during a production process is known as. രണ്ടോ അതിൽ കൂടുതലോ പ്രൊഡക്ട്സ് എങ്ങനെയുള്ള സെയിം ഇമ്പോർട്ടൻസ് ഉള്ള പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ജോയിൻറ്റ് പ്രൊഡക്റ്റ് എന്ന് വിളിക്കും. ഓപ്ഷൻ ബി ജോയിൻറ്റ് പ്രൊഡക്റ്റ്. ഫിഫോ മെത്തേഡ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് വെൻ. എപ്പോഴാണ് ഫിഫോ മെത്തേഡ്? ഇത് നമ്മൾ പഠിച്ചത് IFF എന്ന് ഓർത്താൽ മതി എന്നല്ലേ. പ്രൈസ് ഫോൾ ചെയ്യുമ്പോൾ ഫിഫോ മെത്തേഡ്, പ്രൈസസ് ആർ ഫാളിങ്. ദെൻ in costing, dash analysis is used primarily for control of spare parts. Spare partsൻ്റെ കൺട്രോളിന് വേണ്ടിയിട്ട് ഏതാണ്? VED അല്ലേ, വൈറ്റൽ എസെൻഷ്യൽ ഡിസൈറബിൾ. അതല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. വൈറ്റൽ എസെൻഷ്യൽ ഡിസൈറബിൾ നമ്മൾ സ്പെയർ പാർട്സിൻ്റെ കൺട്രോളിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റൽ എന്ന് പറയുന്നത് എന്താണ്? വൈറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ സ്പെയറിൻ്റെ പാർട്ട് കിട്ടിയില്ലെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പായി പോകും. അതാണ് വി എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇ എന്ന് പറയുന്നത് എസെൻഷ്യൽ. എസെൻഷ്യൽ എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രൊഡക്ഷൻ ഇൻട്രപ്റ്റ് ചെയ്യപ്പെട്ടേക്കാം അങ്ങനെ. ഇനി ഡി എന്ന് വെച്ചാൽ ഡിസൈറബിൾ. ഡിസൈറബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഒന്നും സ്റ്റോപ്പ് ആവില്ല. ആ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ അതിൻ്റെ ആ സ്പെയർ പാർട്ട് ഇല്ലെങ്കിലും പ്രൊഡക്ഷൻ ഒന്നും സ്റ്റോപ്പ് ആവില്ല. അതാണ് ഡിസൈറബിളിൽ വരുന്നത്. വൈറ്റൽ, എസെൻഷ്യൽ, ഡിസൈറബിൾ. 18. Which of the following is true with regard to bin card? Bin card ആയി റിലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഇറ്റ് റെക്കോർഡ്സ് ക്വാണ്ടിറ്റി ഓൺലി. ക്വാണ്ടിറ്റി മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഇത് തന്നെ ഓപ്പോസിറ്റ് ആയിട്ടും വരും. ബിൻ കാർഡ് എന്ന് പറയുന്നത് എന്താണ്? ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ലേ, വാല്യൂ റെക്കോർഡ് ചെയ്യില്ല ബിൻ കാർഡിൽ. അത് ഓർത്ത് വയ്ക്കണം. ഇനി 19ാമത്തെ എന്താണ്? ആവറേജ് സ്റ്റോക്ക് ലെവൽ ഈസ് കാൽക്കുലേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർമുല. ആവറേജ് സ്റ്റോക്ക് ലെവൽ എങ്ങനെയാണ് കാണുന്നത്? ആവറേജ് സ്റ്റോക്ക് ലെവൽ മിനിമം ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി. അല്ലെങ്കിൽ എങ്ങനെ കാണാൻ പറ്റും? ഇപ്പോൾ മാക്സിമം ലെവൽ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ആവറേജ് സ്റ്റോക്ക് കാണേണ്ടത് മിനിമം സ്റ്റോക്ക് പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി ആണ്. ഇനി മിനിമവും മാക്സിമം ലെവലും തന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് ആഡ് ചെയ്യുക, എന്നിട്ട് ബൈ 2 ചെയ്താൽ മതി. മാക്സിമം ലെവൽ പ്ലസ് മിനിമം ലെവൽ ബൈ 2 ചെയ്താൽ ആവറേജ് സ്റ്റോക്ക് കിട്ടും. ഇനി മാക്സിമം ലെവൽ തന്നിട്ടില്ലെങ്കിൽ മിനിമം പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റിയാണ് ചെയ്യേണ്ടത്. ഇവിടെ കണ്ടോ, നമുക്ക് നേരെ മാക്സിമം ലെവൽ പ്ലസ് മിനിമം ലെവൽ ബൈ 2 എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്യും. കാരണം ആവറേജ് കാണാൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓപ്ഷൻ തന്നെ തന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, What is EOQ if consumption per year is 600 unit,
Carrying cost is 20%, ordering cost is 12 per order and price unit is rupees 20. EOQ, economic order quantity കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. economic order quantity എങ്ങനെയാണ് കാണുന്നത്? root of 2AO divided by C ആണ്. A എന്ന് പറയുന്നത് ആനുവൽ കൺസംഷൻ അല്ലേ? 2 into ആനുവൽ കൺസംഷൻ എത്ര ഇവിടെ തന്നിരിക്കുന്നത്? 600 യൂണിറ്റ് ആണ്. O എന്ന് പറയുന്നത് ഓർഡറിംഗ് കോസ്റ്റ് ആണ്. ഓർഡറിംഗ് കോസ്റ്റ് എത്രയാണ്? 12 ആണ് തന്നിരിക്കുന്നത് അല്ലേ? ക്യാരിയിങ് കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ് എത്രയാണ്? 20% ആണ്. 20% ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ആൻസർ ഇല്ല കേട്ടോ, ആൻസർ കൊടുത്തിട്ടില്ല. POQ കണ്ടുപിടിച്ചാൽ മതി. റൂട്ട് ഓഫ് 2AO ഡിവൈഡഡ് ബൈ C ചെയ്താൽ മതി, ആൻസർ കിട്ടിക്കോളും. ഇതിൽ ആൻസർ ഇല്ല കേട്ടോ, ആൻസർ ഇതിലില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ ട്രൂ വിത്ത് റിഗാർഡ്സ് ടു എസ്കലേഷൻ ക്ലോസ്? എസ്കലേഷൻ ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ട്രൂ ആയത് ഏതൊക്കെയാണ്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കോൺട്രാക്ട് കോസ്റ്റിംഗ്. ശരിയാണോ? ശരിയാണ് അല്ലേ? കോൺട്രാക്ട് കോസ്റ്റിംഗിലല്ലേ നമ്മൾ എസ്കലേഷൻ ഡീഎസ്കലേഷൻ ക്ലോസ് ഒക്കെ പഠിക്കുന്നത്, അത് കറക്റ്റാണ്. ദെൻ ആപ്ലിക്കബിൾ വെൻ ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ലേബർ ആൻഡ് ഓർ മെറ്റീരിയൽ. ലേബർ മെറ്റീരിയൽ അതായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണോ എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുന്നത്? അതെ, ഈ ക്ലോസ് നമ്മൾ ലേബർ മെറ്റീരിയലിൻ്റെ യൂട്ടിലൈസേഷനിലാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ? അതായത് കോൺട്രാക്റ്റ് പ്രൈസ് എന്തെങ്കിലും മെറ്റീരിയലിൻ്റെയോ അല്ലെങ്കിൽ ലേബറിൻ്റെയോ അക്കോമഡേറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പം ഇനി ഓപ്ഷൻ സി ഏതാണ്? നോട്ട് ആപ്ലിക്കബിൾ വെൻ ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ യൂട്ടിലൈസേഷൻ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ്. ഇതിൽ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എയും ബിയും കറക്റ്റാണ്. എസ്കലേഷൻ ക്ലോസ് എന്താണ്, ഡീഎസ്കലേഷൻ ക്ലോസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈഡ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന ഫുൾ തിയറി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 1 അവറോളമുള്ള തിയറി ക്ലാസ് ആണ്. അതിൽ ഫുൾ അപ്ലൈഡ് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ടല്ലേ എന്താണ് എസ്കലേഷൻ, എന്താണ് ഡീഎസ്കലേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തത് SDR, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്, ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ? SDR ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? IMF ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് SDR, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്. നെക്സ്റ്റ് വൺ, ഇൻ വിച്ച് ഇയർ ദ LIC ഫോംഡ്? LIC എന്നാണ് 1956 1956 LIC ഫോം ചെയ്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലേറ്റ് ഇന്ത്യൻ മണി മാർക്കറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യൻ മണി മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? RBI ആണ് അല്ലേ? മണി മാർക്കറ്റ് റെഗുലേറ്റഡ് ബൈ RBI. Which of the following institution was formed in India with the help of World Bank? വേൾഡ് ബാങ്കിൻ്റെ ഹെൽപ്പോടെ, വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയിൽ ഫോം ചെയ്തിട്ടുള്ളത്? ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്? ICICI. Which of the following institution was formed in India with the help of World Bank? ICICI. Name the first mutual fund scheme offered in India. ഏതാണ്? യൂണിറ്റ് സ്കീം 64. നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ യൂണിറ്റ് സ്കീം 64. All except one given below belongs to a group. Find out one which does not belong to the group. ഇതിൽ ഒരെണ്ണം ഒഴിച്ച്, ഈ 4 ഒരെണ്ണം ഒഴിച്ച് ബാക്കിയൊക്കെ ഒറ്റ ഗ്രൂപ്പാണ്. ഇപ്പോൾ ഏതാണ് എക്സെപ്റ്റ് ആയിട്ടുള്ളത്? ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാണ് ഉൾപ്പെടാത്തത്? IMF ആണ്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് ഇതിൽ വരാത്തത്. ബാക്കിയൊക്കെ എന്താണ്? ഉൾപ്പെടുന്നതാണ്. International Development Association, Multilateral Investment Guarantee Agency, International Finance Corporation. RBI was established in which year? ഏത് വർഷമാണ്? 1935 RBI established in 1935. Of the following, which was the first development financial institution? First development financial institution ഏതാണ്? IFCI ആണ് കേട്ടോ, IFCI. Which of the following insurance company has reinsurance business? Reinsurance business ഉള്ള ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഏതാണ്? GIC ഓഫ് ഇന്ത്യ, ജനറൽ ഇൻഷുറൻസ് കമ്പനി ഓഫ് ഇന്ത്യ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ലാറ്റിൻ വേർഡ് ഓഡയർ? ഓഡയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ മീനിങ് എന്താണ്? ടു ഹിയർ എന്നുള്ളതാണ് കേട്ടോ, ടു ഹിയർ. ദെൻ
ഓഡിറ്റ് നോട്ട്ബുക്ക് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ഹും. ഓഡിറ്റ് നോട്ട്ബുക്ക് ആരാണ്? ഓഡിറ്റ് ക്ലർക്കാണ്. ഇത് നമ്മളിങ്ങനെ തന്നെ പഠിച്ചതാണല്ലേ. ഓഡിറ്റ് നോട്ട്ബുക്ക് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ഓഡിറ്റ് ക്ലർക്ക്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ടു ആൻ ഓഡിറ്റ് റിപ്പോർട്ട്? ഓഡിറ്റ് റിപ്പോർട്ടായിട്ട് ഇതിലേതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഇറ്റ് ഈസ് ആൻ ഒപ്പീനിയൻ ഓഫ് ദ ഓഡിറ്റർ. ഒപ്പീനിയൻ ആണ്, ഓഡിറ്ററിൻ്റെ ഒപ്പീനിയനെയാണ് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണുന്നത്. As per Indian Companies Act 2013, Section 139, an individual auditor on appointment shall hold the office for a term of എത്ര വർഷത്തേക്കാണ്? ഓഡിറ്ററിൻ്റെ കാലാവധി എത്ര വർഷത്തേക്കാണ്? For 5 years. Section 139, an individual auditor on appointment shall hold the office for a term of 5 years. On completion of an audit, audit working papers are. ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ നമ്മുടെ സിലബസിൽ അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. എന്താണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്? ആർ റീറ്റെയിൻഡ് ബൈ ദി ഓഡിറ്റർ. റീറ്റെയിൻഡ് ബൈ ദി ഓഡിറ്റർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ് വിത്ത് റിഗാർഡ് ടു ആൻ ഇൻറ്റേർണൽ ഓഡിറ്റർ? ഇൻറ്റേർണൽ ഓഡിറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്, അത് തെറ്റാണ്. മാനേജ്മെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എപ്പോൾ വേണമെങ്കിലും ഇൻറ്റേർണൽ ഓഡിറ്ററിനെ റിമൂവ് ചെയ്യാം. മാനേജ്മെൻറ്റിനോടുള്ള ഒരു അഡ്വൈസറാണ് ഈ ഇൻറ്റേർണൽ ഓഡിറ്റർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ഇല്ല. അടുത്തത്, നോട്ട് റെക്കോർഡിംഗ് എ ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട് ഈസ് ട്രീറ്റഡ് ആസ് ആൻ ഇറർ ഓഫ്. ഏത് ഇററായിട്ടാണ് കണക്കാക്കുന്നത്? നമ്മളൊരു ട്രാൻസാക്ഷൻ എഴുതിയില്ല, റെക്കോർഡ് ചെയ്തില്ല, അത് ഏത് ഇററാണ്? ഇറർ ഓഫ് ഒമിഷൻ ആണ് വരുന്നത്. As per Companies Act 2013, remuneration of the first auditor of a company is fixed by whom of the following? ഫസ്റ്റ് ഓഡിറ്ററിൻ്റെ റെമ്യൂണറേഷൻ ആരാണ് ഫിക്സ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഡിറ്ററിൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഫസ്റ്റ് ഓഡിറ്ററിൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഈ ക്വസ്റ്റ്യൻ ഇതിന് മുമ്പ് നമ്മളിങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലവരൊക്കെ ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ PSCയുടെ ഉത്തരം എന്താണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇത് 2016 82/2016 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അപ്പോൾ 2016 എന്നാലും നമുക്കിതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിലുണ്ട്, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു അപ്പോയിൻറ്റ് ഓഡിറ്റർ in the case of a government company or any other company owned or controlled directly or indirectly by the government as per Companies Act 2013? ആരാണ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണെങ്കിൽ ഒരു ഗവൺമെൻറ് കമ്പനിയോ അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന, ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുകയോ ഓൺ ചെയ്യുന്ന കമ്പനിയിൽ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ആരാണ്? CAG ആണ് കേട്ടോ. CAG ഓഫ് ഇന്ത്യ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ് വിത്ത് റിഗാർഡ്സ് ടു ഇൻറ്റേർണൽ ചെക്ക്? ഇൻറ്റേർണൽ ചെക്കുമായിട്ട് ഇതിൽ തെറ്റേതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. റോങ് അല്ലേ? തെറ്റേതാണ്? തെറ്റായത് ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഈസ് ഡൺ ബൈ അപ്പോയിൻറ്റഡ് ഓഡിറ്റർ. ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഒരു പാർട്ടാണെന്ന് നമുക്കറിയാം. പിന്നെയോ ഒരു ക്ലർക്ക് ചെയ്ത കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി മറ്റൊരു ക്ലർക്ക് ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻസ് QT/OR ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാലോ? ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം, ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല. ഫോളോയിങ് ആർ ദ നെയിംസ് ഓഫ് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ് എക്സെപ്റ്റ്. ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ലൂക്കാസ് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ് ആണ് ഉൾപ്പെടാത്തത്. ടിപ്പറ്റ് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ്, കെൻഡൽ ആൻഡ് ബാങ്ക്ടൺ സ്മിത്ത് നമ്പേഴ്സ്, ഫിഷർ ആൻഡ് എയ്റ്റ്സ് നമ്പേഴ്സും ഉണ്ട്. അടുത്തത്, വാല്യൂ ഓഫ് പ്രോബബിലിറ്റി ലൈസ് ബിറ്റ്വീൻ 0 and 1. 2 unbiased coins are tossed. What is the probability of getting at least one tail? 2 കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 3/4 ആണ്. Which of the following is the correct expression of regression equation on y on x? Regression equationൻ്റെ കറക്റ്റ് എക്സ്പ്രഷൻ എന്താണ്?
എ പ്ലസ് ബി എക്സ് ആണ്, എ പ്ലസ് ബി എക്സ്. ദ വാല്യൂ ഓഫ് നോ കോറിലേഷൻ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഏതാണ്? കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഈസ് 1 എന്ന് പറയുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് അല്ലാത്തത്? ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് ആണ്. ഇപ്പോൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ആയിട്ടുള്ളതാണ് സ്ട്രാറ്റിഫൈഡ്, ക്ലസ്റ്റർ, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. തിയറി ഓഫ് സാമ്പിളിംഗ് ഈസ് ബേസ്ഡ് ഓൺ ഏതാണ്? ബോത്ത് എ ആൻഡ് ബി ആണ് വരുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റിയും പ്രിൻസിപ്പിൾ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സും ഏതിൽ വരുന്നുണ്ട്? തിയറി ഓഫ് സാമ്പിളിംഗിൽ വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വാസ് പാസ്ഡ്? കോൺട്രാക്ട് ആക്ട് പാസ് ചെയ്തത് 1872 ഓപ്ഷൻ എ 1872. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അല്ലാത്തത് ഷെയർ സർട്ടിഫിക്കറ്റ് ആണ്. ട്രഷറി ബില്ല്, ഷെയർ വാറണ്ട്, ബെയറർ ഡിബഞ്ചർ ഒക്കെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തേക്കുന്നതാണ്. ബാങ്ക് ഡ്രാഫ്റ്റ് ECR PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രേസ് പീരീഡ് ഫോർ കാൽക്കുലേറ്റിംഗ് മെച്യൂരിറ്റി ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആസ് പെർ ദി ആക്ട്. ഗ്രേസ് പീരീഡ് എത്രയാണ്? 3 days ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലേ, നമ്മൾ പഠിച്ചതാണ്. ഈ സിലബസിൽ കൊടുത്തിട്ടില്ല, അതിന് മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഗ്രേസ് പീരീഡ് എത്രയാണ്? 3 days ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻഡോഴ്സ്മെൻറ്റ് ഈസ് നോട്ട് വാലിഡ് അണ്ടർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് 1881? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 വാലിഡ് അല്ലാത്തത് ഏതാണ്? പാർഷ്യൽ ഇൻഡോഴ്സ്മെൻ്റ് ആണ് കേട്ടോ. ഫുള്ള്, ബ്ലാങ്ക്, റെസ്ട്രിക്റ്റീവ് ഇത് 3 വാലിഡ് ആണ്. അപ്പോൾ വാലിഡ് അല്ലാത്തത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 കീഴിൽ വാലിഡ് അല്ലാത്തത് പാർഷ്യൽ ഇൻഡോഴ്സ്മെൻ്റ് ആണ്. The doctrine of reputed ownership is related to which of the following? The doctrine of reputed ownership is related to Insolvency Act. അടുത്ത ക്വസ്റ്റ്യൻ, of the following which is the formal certificate of dishonor issued by a notary public to the holder of a bill or note on his demand? Which is the formal certificate of dishonor issued by the notary public to the holder of the bill? ഏതാണ് ഫോർമൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിസോണർ? പ്രൊട്ടസ്റ്റ് ആണ്, ഓപ്ഷൻ സി പ്രൊട്ടസ്റ്റ്. നമ്മുടെ PSCയുടെ ആൻസർ ആണ് കേട്ടോ പ്രൊട്ടസ്റ്റ്. അടുത്തത്, all crossings drawing 2 parallel transverse lines usually on the left hand top corner on a check with the following words between parallel lines are treated as general crossing except. general crossing ആയിട്ട് കൺസിഡർ ചെയ്യാത്തത് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. എക്സെപ്റ്റ് ഏതാണ്? ദ സ്റ്റേറ്റ് ബാങ്ക്. 57ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ വിത്ത് റിഗാർഡ് ടു എ ബാലൻസ് ഷീറ്റ് ആയിട്ട് ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ്. ഇറ്റ് ഷോസ് പൊസിഷൻ ഓഫ് എ ബിസിനസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിലെ പൊസിഷൻ ആണ് കാണിക്കുന്നത് അല്ലേ, പൊസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. 58, ഇൻകം റിസീവ്ഡ് ബട്ട് നോട്ട് ഏൺഡ്. അതെന്താണ്? അത് നമുക്കൊരു ലൈബിലിറ്റിയാണ്. ഇൻകം റിസീവ്ഡ് ബട്ട് നോട്ട് ഏൺഡ് എന്ന് പറയുന്നതൊരു ലൈബിലിറ്റിയാണ്. 59, ബാങ്ക് അക്കൗണ്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പേഴ്സണൽ അക്കൗണ്ട്. ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അക്കൗണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിലേ ഉള്ള കുറേ നമ്മുടെ സിലബസ് ബേസ്ഡ് ക്ലാസ് അല്ലാത്തൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, ജൂനിയർ അക്കൗണ്ടൻറ്റ് പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതിലൊരു 42ഓളം ക്ലാസ്സുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിനു മുമ്പേ ഇത് പറഞ്ഞിട്ടുണ്ട് ഈ പ്ലേലിസ്റ്റിൻ്റെ കാര്യം. അതിൽ നമ്മൾ +1 മുതലുള്ള അക്കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, +1 +2 ടെക്സ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെയാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആ വീഡിയോസിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പേഴ്സണൽ അക്കൗണ്ട്. 60ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അൺക്ലെയിംഡ് ഡിവിഡൻഡ് ഈസ് ഷോൺ അണ്ടർ വിച്ച് ഹെഡിങ് ഇൻ ദ ബാലൻസ് ഷീറ്റ്? അൺക്ലെയിംഡ് ഡിവിഡൻഡ് എവിടെയാണ്? കറൻറ്റ് ലൈബിലിറ്റിയിലാണ് കാണിക്കുന്നത്. അൺക്ലെയിംഡ് ഡിവിഡൻഡ് ഈസ് ഷോൺ അണ്ടർ കറൻറ്റ് ലൈബിലിറ്റി ഇൻ ദ ബാലൻസ് ഷീറ്റ്.
Surrender value of joint life policy is shown as asset in the balance sheet when premium is treated as premium എന്തായി ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു ഓർഡിനറി ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് പ്രീമിയം ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. Surrender value of joint life policy is shown as asset in the balance sheet when premium is treated as an ordinary business expense. Income Tax Act പാസ് ചെയ്തത് എന്നാണ്? Income Tax Act was passed in the year 1961. Which of the following statement is false with regards to income under Income Tax Act? ഇൻകം ടാക്സ് ആക്ടിൻ്റെ കീഴിൽ ഇൻകം എന്ന് പറയുന്ന ഹെഡിങ്ങിൽ തെറ്റായിട്ടുള്ളത് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് തെറ്റ്? ഓപ്ഷൻ സി ആണ്. ഇറ്റ് ക്യാൻ ബി ഗിഫ്റ്റ് വിത്ത് ക്ലിയർ പേഴ്സണൽ എലമെൻറ്റ്. അത് ഇൻകം അല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബിസിനസ് എക്സ്പെൻസ്? ബിസിനസ് എക്സ്പെൻസ് അല്ലാത്തത് ഏതാണ്? ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ ഒരു ബിസിനസ് എക്സ്പെൻസ് അല്ല. ദെൻ 65ാമത്തെ ക്വസ്റ്റ്യൻ അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അഡ്ജസ്റ്റഡ് പ്രൈസ് ഇത് നമ്മുടെ ഡിലീറ്റ് ചെയ്തേക്കുന്നതാട്ടോ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് വിത്ത് റിഗാർഡ്സ് ടു ബജറ്റ്? ബജറ്റായി റിലേറ്റ് ചെയ്ത് കറക്റ്റ് ആയത് ഏതാണ്? ഏതാണ്? ഇറ്റ് ഈസ് എ സിംഗിൾ യൂസ് പ്ലാൻ. ബജറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂസ് പ്ലാൻ ആണ് അല്ലേ? ടൈപ്പ് ഓഫ് പ്ലാൻസിൽ നമ്മൾ പഠിച്ചതാണ്. ബജറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂസ് പ്ലാൻ ആണ്. 67. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടെക്നിക് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക് അല്ലാത്തത് ഏതാണ്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക് അല്ലാത്തത് ഓപ്ഷൻ എ ഷെഡ്യൂളിംഗ് ആണ്. ഓപ്ഷൻ എ ഷെഡ്യൂളിംഗ്. തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ. തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ അല്ലെങ്കിൽ നീഡ് ഹൈറാർക്കി തിയറി ഈസ് ഗിവൺ ബൈ ഹൂം? നീഡ് ഹൈറാർക്കി തിയറി ആരുടേതാണ്? എച്ച് മാസ്ലോ, എബ്രഹാം മാസ്ലോയുടേതാണ്. ഹൂ ഇൻവെൻറ്റഡ് ഡിഫറൻസ് എൻജിൻ? ഡിഫറൻസ് എൻജിൻ കണ്ടുപിടിച്ചത് ആരാണ്? ഡിഫറൻസ് എൻജിൻ ചാൾസ് ബാബേജ് ആണ്. ആരാണ്? ചാൾസ് ബാബേജ്. ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് ട്രീറ്റഡ് ആസ് ഫൗണ്ടർ ഓഫ് ഹ്യൂമൻ റിലേഷൻ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്? ഹ്യൂമൻ റിലേഷൻ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഫൗണ്ടറായിട്ട് കണക്കാക്കുന്നത് ആരെയാണ്? എൽട്ടൺ മായോയെയാണ്. ഇത് നമ്മൾ പഠിച്ചതാണല്ലേ എൽട്ടൺ മായോയുടെ കേസൊക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ഗിവൺ ബൈ ഹെൻറി ഫയോൾ? ഹെൻറി ഫയോളിൻ്റെ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്? സ്റ്റാഫിംഗ് ആണ്. ഓപ്ഷൻ ഡി സ്റ്റാഫിംഗ്. ഇനി 72ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻ പ്ലാനിംഗ് പ്രമിസസ്? പ്ലാനിംഗ് പ്രമിസസ് എന്ന് പറയുന്നത് പ്ലാനിംഗ് എൻവയോൺമെൻ്റ് ആണ്. പ്ലാനിംഗ് എൻവയോൺമെൻറ്റ്. ദ ഐഡിയ ഓഫ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഓഫ് സൂപ്പർവിഷൻ ഈസ് ഗിവൺ ബൈ ഹൂം? ആരാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന ഐഡിയ പറഞ്ഞത്? FW ടൈലർ ആണ്. FW ടൈലർ ആണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ? ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ലൈൻ ഓർഗനൈസേഷൻ ആണ്. ദ പ്രോസസ് ദാറ്റ് റെഡ്യൂസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് പെർഫോമൻസ് ഈസ്? പ്ലാനിങ്ങും പെർഫോമൻസും തമ്മിലുള്ള ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് വിളിക്കും? കൺട്രോളിംഗ് എന്നാണ് വിളിക്കുന്നത്. ദ പ്രോസസ് ദാറ്റ് റെഡ്യൂസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് പെർഫോമൻസ് ഈസ് കൺട്രോളിംഗ്. Order of command that run from top to bottom is explained by? Top to bottom order of command ഏതാണ്? സ്കാലാർ ചെയിൻ ആണ് അല്ലേ? ദെൻ അക്കൗണ്ടബിലിറ്റി മീൻസ് വാട്ട്? അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒബ്ലിഗേഷൻ ഫോർ ദ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി. ഒബ്ലിഗേഷൻ ഫോർ ദ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി ആണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. Which of the following primarily means to transfer authority from an individual to another? അതോറിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡെലിഗേഷൻ എന്ന് വിളിക്കും. Who issue treasury bills in India? ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ്. Which of the following is not a right under Consumer Protection Act 1986? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ കീഴിൽ റൈറ്റ് അല്ലാത്തത് ഏതാണ്? റൈറ്റ് ടു പ്രൊട്ടക്റ്റ് എൻവിയോൺമെൻറ്റ് എന്നുള്ളത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986ൻ്റെ കീഴിൽ വരില്ല. റൈറ്റ് ടു പ്രൊട്ടക്ഷൻ എൻവിയോൺമെൻറ്റ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കിയുള്ള 20 ക്വസ്റ്റ്യൻസ് 81 മുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോഴത്തെ സിലബസിലില്ല. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഇതെല്ലാവരും നന്നായി പഠിക്കുക. കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ഇതൊക്കെ കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ ആയിട്ടെങ്കിലും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്
അല്ലേ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.